പ്രവർത്തിച്ചു വരും നമ്മുടെ കേരളത്തിൽ അല്ല നമ്മുടെ സമൂഹത്തിൽ. തൻ്റെ സംഗീതത്തിലൂടെ മലയാളം റാപ്പ് രംഗത്ത് വേടൻ പ്രതിരോധത്തിൻ്റെയും ശക്തിപ്പെടുത്തലിൻ്റെയും പ്രതീകമായി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് വേടൻ്റെ പാട്ട് എന്തുകൊണ്ട് കേരള സർവകലാശാലയിൽ പഠിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മുടെ ഈ പറയുന്ന കേരള സർവകലാശാല എത്തിയിരിക്കുന്നതെന്നും നമുക്ക് ഈ ഒരു കാര്യം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ശ്രദ്ധേയമായിട്ടുള്ളൊരു കമൻറ്റാണ്. ആ കമൻറ്റ് ഇട്ടിരിക്കുന്ന വിനോദ് കുമാർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. താരതമ്യം ചെയ്യാനും വിലയിരുത്താനും പ്രകൃതി നാശത്തിൽ പ്രതികരിക്കാനും ചെറിയ പ്രായം തൊട്ടേ കുട്ടികൾ പരിശീലിക്കട്ടെ. കിരാതവൃത്തം പഠിക്കുന്ന +2 വിദ്യാർത്ഥികൾ അതിന് പ്രാപ്തരാകട്ടെ. +1 വേരുകൾ നഷ്ടപ്പെടുന്നവർ എന്ന പാഠത്തിലൂടെ പ്രകൃതിയിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനമുണ്ട്. അതോടൊപ്പം കാണുന്ന ഒരു വീഡിയോ SCRT ട്രെയിനിങ്ങിൽ നൽകിയിട്ടുള്ളതാണ് എർത്ത് സോങ് എന്ന മൈക്കിൾ ജാക്സന്റെ പാട്ട്. പുതിയ തലമുറയ്ക്കനുസരിച്ച് ചോദ്യങ്ങൾ മാറണം. വേടൻ്റെ വരികൾ കുട്ടികൾക്ക് പരിചിതമാണ്. സ്വരൂപിക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ട ആശയം +2 മലയാളത്തിൽ അവർ പഠിക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. ഇതിൽ വേടൻ്റെ പാട്ടിൽ